കേരളത്തിന് പുറത്തെ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്കാണ് നമ്മളുടെ യാത്ര. കാണാം സ്റ്റേറ്റ് സ്കാൻ. ആയാറാം ഗയാറാം എന്ന വാക്കുണ്ടായത് ഹരിയാന രാഷ്ട്രീയത്തിൽ നിന്നാണ്. 1967 ഗയാലാൽ എന്ന MLA ആഴ്ചക്കാഴ്ചയ്ക്ക് പാർട്ടി മാറിയപ്പോൾ ഉണ്ടായി വന്ന പേരാണ് ഈ ആയാറാം ഗയാറാം. ആ ഹരിയാനയിലേക്കാണ് ഇന്നത്തെ സ്റ്റേറ്റ് സ്കാൻ. ദേവിലാലും ബെൻസിലാലും ഭജൻലാലും തെളിച്ച വഴികൾ, പിന്നെ രൺബീർ സിംഗ് ഹൂഡയും ഭൂപീന്ദർ സിംഗ് ഹൂഡയും ദിവേന്ദർ സിംഗ് ഹൂഡയും. ജാതി വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഹരിയാന കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി BJPക്ക് മേൽക്കൈയുള്ള രാഷ്ട്രീയ മണ്ണാണ്. രാജസ്ഥാനിലും പഞ്ചാബിലുമായി പരന്നു കിടക്കുന്ന രാഷ്ട്രീയ ചരിത്രം കൂടിയുണ്ട് ഹരിയാനയ്ക്ക്. കണ്ടുവരാം നമുക്ക്. രാഷ്ട്രീയത്തിലെ കുരുക്ഷേത്ര ഭൂമിയാണ് ഹരിയാന. ഹിന്ദി ഹൃദയഭൂമിയിലേക്കുള്ള പ്രവേശന കവാടം. 2019 10ലും 10 നേടിയ BJPക്ക് ഇക്കുറി കാര്യങ്ങളത്ര എളുപ്പമല്ല. ഗ്രാമങ്ങളിൽ ആളിക്കത്തിയ കർഷക പ്രക്ഷോഭവും ഗുസ്തി താരങ്ങളുടെ രോഷവും വിധി നിർണ്ണയിക്കുന്നതിലെ പ്രധാന ഘടകമാകും. ആകെ ജനസംഖ്യ 2.5 കോടി, 22 ജില്ലകൾ, നിയമസഭയുടെ അംഗബലം 90, BJP 40 MLAമാരും സ്വതന്ത്രരുമായി ഭരിക്കുന്ന സംസ്ഥാനം. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ സഭയിലെ അംഗബലം 31. ഇതാണ് നിയമസഭയിലെ ചിത്രം. ഹിന്ദി ഹൃദയഭൂമിയിൽ ഏറ്റവും കുറവ് ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഹരിയാന. ജാതി രാഷ്ട്രീയത്തിന്റെ വിളനിലമായ ഹരിയാനയിൽ ഹിന്ദു സിഖ് മതങ്ങളിലായി വിഭജിക്കപ്പെട്ട ജാട്ട് സമുദായം പ്രബല ശക്തിയാണ്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തിന്റെ വോട്ട് വിഹിതത്തിന്റെ 12% മാത്രമാണ് BJP നേടിയത്. 2019 ഇത് 58% ഉയർന്നു. റോത്തക്കൊഴികെ മറ്റ് 9 BJPക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങൾ. എന്നാൽ വർഷം 5 കഴിയുമ്പോൾ രാഷ്ട്രീയ ചിത്രം മാറി. കർഷക സമരവും കുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഹരിയാനയിൽ BJPയെ പിടിച്ചു കുലുക്കുമോ എന്നാണ് അറിയാനുള്ളത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുടുംബാധിപത്യത്തിന്റെ ചരിത്രമെടുത്താൽ ഹരിയാന തലസ്ഥാനമാണ്. റോത്തക്കിൽ ഹൂഡ, സിർസയിൽ ചൌഡാല, ഹിസാറിൽ ബിഷ്ണോയ്, ഇങ്ങനെ നീളുന്നു 3 പതിറ്റാണ്ടുകാലം ഹരിയാനയുടെ രാഷ്ട്രീയ ഗതിവിഗതികൾ നിർണയിച്ചവരുടെ മേൽവിലാസങ്ങൾ. എല്ലാം ജാട്ട് വോട്ടുകൾ സ്വാധീനിക്കാൻ ശേഷിയുള്ളവർ. ജാട്ട് വിഭാഗത്തിൽ നിന്ന് പുറത്തുള്ള പഞ്ചാബ് സ്വദേശിയായ മനോഹർലാൽ ഖട്ടറിനെ 2014 മുഖ്യമന്ത്രിയാക്കിയ രാഷ്ട്രീയ തന്ത്രം 2019 വിജയിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സഖ്യത്തിലുണ്ടായ വിള്ളലും ഭരണവിരുദ്ധ വികാരവും ഖട്ടറിനെ മാറ്റാൻ BJPയെ നിർബന്ധിതരാക്കി. നിയമസഭയിൽ അംഗബലം കുറവാണെങ്കിലും ജാട്ട് വോട്ടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി ഇത്തവണ BJPക്കെതിരാണ്. ഇത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഭൂപീന്ദർ ഹൂഡയ്ക്കും മകൻ ദീപേന്ദർ ഹൂഡയ്ക്കും രാഷ്ട്രീയ അതിജീവനത്തിന് വിജയം അനിവാര്യം. 9 ഇടങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും, ഒരിടത്ത് ആം ആദ്മി പാർട്ടിയും. ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ദേവിലാലിന്റെ ഇന്ത്യൻ നാഷണൽ ലോക്ദളും ഹരിയാന ലോക്ഹിത് പാർട്ടിയും ഹരിയാനയിൽ നിർണായകമാകും. കിസാൻ മോർച്ചയിൽ പ്രവർത്തിച്ച സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന കർഷകരോഷം തണുപ്പിക്കാൻ സാധിക്കുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. 2019 നിന്ന് 1 സീറ്റ് കുറഞ്ഞാൽ പോലും ഹരിയാനയിൽ BJPക്കത് രാഷ്ട്രീയ തോൽവിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഇളക്കാനുള്ള പെടാപ്പാടിലാണ് ഇന്ത്യ സഖ്യം. കണ്ടറിയാം കുരുക്ഷേത്ര ഭൂമിയിൽ BJPക്ക് അടിപതർമോ അതല്ല ഇന്ത്യ സഖ്യം സംബൂജരിൽ നിന്ന് കരകയറുമോ എന്ന്. ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. നമ്മളുടെ ഈ ഒരു വിദ്യാർത്ഥി കാലം തൊട്ട് കേൾക്കുന്നതാണ് ഭജൻലാൽ, ദേവിലാൽ, ഈ പേരുകളൊക്കെ അല്ലേ. ഈ ദേവിലാൽ അതാണ് ഇവര് ഒരു സംസ്ഥാനം അടക്കിയാണ് തന്നെയല്ല. ദേവിലാൽ പിന്നീട് ഉപപ്രധാനമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഓം പ്രകാശ് ചൌട്ടാല, ഓം പ്രകാശിന്റെ മകൻ അജയ് ചൌട്ടാല, വേറൊരു മകൻ അഭയ് ചൌട്ടാല, ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഇപ്പോൾ അദ്ദേഹം ഓം പ്രകാശ് അജയ് ചൌട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൌട്ടാല ഒക്കെ ഈ ഹരിയാന രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി അവരുടെ ആധിപത്യം. അതെ, പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ സാമുദായിക വോട്ടുകൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു ഖട്ടാറിന്റെ പോലും സ്ഥാനമാറ്റവും ഒക്കെ വലിയ ചർച്ചയാവുന്നു. ഖട്ടാറിനെ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു, ഇപ്പോൾ മാറ്റുന്നത് ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. ഓക്കെ, വിജയ് റണ്ണടിയിൽ ഒരു വിജ്ഞാനപ്രദമായ കാര്യം പറയട്ടെ. പ്രജിന്റെ ഒരു ഗതികേട് എന്ന് പറയുന്നു. ആര്? രോഹിണി മനോജ്. എന്താ ഈ ഗതികേടെന്ന് അറിയണോ? അച്ഛന്റെ പ്രായമുള്ള വിജയേട്ടനെ പേര് വിളിക്കാൻ പ്രജിന്റെ ഒരു ഗതികേടെന്ന് രോഹിണി മനോജ് സംശയമുള്ളത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള യാത്രയിലേക്കാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ആഫ്റ്റർ ഷോർട്ട്. അതെ അതെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.